കുറച്ച് ദിവസമായിട്ട് ഫൺ ഡ്യൂട്ടി ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റിക്ക് ട്യൂണ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഫിഷ് കട്ട്ലറ്റ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടറ്റോയും ക്യാരറ്റും കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി വെന്തു. എന്നിട്ട് ഞാൻ ഒരു ക്യാൻ ട്യൂണയാണ് എടുത്തത്. ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടിട്ട് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിട്ടാണ് ഞാൻ ഈ പൊട്ടറ്റോയും ക്യാരറ്റും ഇടുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടുമ്പോഴത്തേക്കും തന്നെ നല്ല ഒരു ഫ്ലേവർ ആവും ഈ ട്യൂണ. എന്നിട്ട് ഞാൻ നന്നിട്ട് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. മാഷ് ചെയ്യാൻ എൻ്റെ മാഷർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗളിൽ ഞാനൊരു 2-3 മുട്ടയുടെ വെള്ളയാണ് എടുത്തത്. കാരണം നമ്മൾ ഈ ഉളക്ക് എടുക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുട്ടയുടെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഇത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കാരണം അത് നന്നായിട്ട് ഇളക്കില്ലെങ്കിൽ മുട്ട ഇങ്ങനെ കണ്ടമാനം മുട്ടയുടെ വെള്ളം ഇങ്ങനെ എന്താ പറയുക കട്ട പിടിച്ചിരിക്കണമല്ലോ എനിക്ക് തോന്നുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിക്കുകയും ചെയ്യുന്നുണ്ടത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ ബ്രൗൺ ബ്രെഡ് എടുത്തേ. അതിൽ ബ്രൗൺ ക്രസ്റ്റ് ഇടത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ബ്രൗണൊക്കെ ഇടുന്ന ആളാണ് ഞാൻ. എന്നിട്ട് എൻ്റെ ഇവിടെ ഒരു ചോപ്പറുണ്ട് വീട്ടിൽ. അപ്പോൾ ആ ചോപ്പറിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടിട്ട് കുറച്ച് എൻ്റെ വയലിട്ടും പോകുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിനുള്ള സംഭവം എല്ലാം അറിയാമല്ലോ, നോർമൽ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കണം അതിലിട്ട് നമ്മൾ ട്യൂണ ആഡ് ചെയ്യുന്നു എക്സ്ട്രാ ആയിട്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് എയർ ഫ്രയർ ഉണ്ട്. അപ്പോൾ എയർ ഫ്രയറിൻ്റെ അകത്ത് ഇത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി കോൺഫ്ലോർ ഇടുന്നുണ്ട്. കാരണം ഇൻ കേസ് ഇത്തിരി എനിക്ക് ഇത്തിരി ലൂസ് പോലെ തോന്നി ആ ഒരു മിക്സ്ചർ. അതുകൊണ്ട് ഇത്തിരി കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. എന്നിട്ട് ഞാൻ ആദ്യമേ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവും. അപ്പോൾ ഞാൻ എല്ലാം അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം പരത്തിയിട്ട് പിന്നെ ലാസ്റ്റാണ് ഞാൻ മുട്ടയുടെ വെള്ളയുടെ അകത്ത് മിക്സ് ചെയ്തിട്ട് ബ്രൗണിൻ്റെ അകത്ത് ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് മിക്സ് ചെയ്തൊക്കെ വെക്കുന്നത്. ഞാനിങ്ങനെ ഒരു വലിയൊരു ബോർഡിൽ മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയർ പ്രൊട്ടക്ഷൻ ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മെൽറ്റ് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്തിട്ടും ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്യാതെ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ സംഭവം സെറ്റ് ചെയ്ത് ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വെയിലെല്ലാം ആസ്വദിച്ച് അതിൻ്റെ ഇടയ്ക്ക് കിളിയൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ കിളിയുടെ ഒച്ചയും എല്ലാം അടിപൊളിയായിരുന്നു. ഒറ്റയ്ക്ക് വേണമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് 1 by 1 ആയിട്ട് വെക്കും. ഞാൻ എന്നിട്ട് എയർ ഫ്രയറിൽ ഇത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ 200 ഡിഗ്രിയിൽ 10 minutes ആണ് വെച്ചത്. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ എല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ പാറ്റി ആക്കിയിട്ട് എന്നിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ക്രംസിൻ്റെ അകത്തും എഗ്ഗിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവത്തില്ല. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ എല്ലാം ഓരോന്നായിട്ട് വെക്കുകയാണ്. ഞാനിവിടെ ഈ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഹെൽത്തി വേ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ലാസ്റ്റ് ഇതെല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ ഞാൻ എയർ ഫ്രയറിലേക്ക് വെക്കുന്നുണ്ട്. ഞാൻ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ 200 ഡിഗ്രിയിൽ 10 minutes ആണ് വെക്കേണ്ടത്. ഞാൻ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഒരു ഫ്രൈ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 10 minutes കഴിഞ്ഞു. 10 minutes കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 സൈഡ് ഒരു ബ്രൗണിഷ് ഡ്രൈ കളറായി. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ സൈഡിലും കൂടെ മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാനൊരു 200 ഡിഗ്രിയിൽ ഒരു 8 അല്ലെങ്കിൽ 7, ഇറ്റ്സ് അപ്പ് ടു യു, നിങ്ങളുടെ ഇഷ്ടം പോലെ വയ്ക്കുക. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാനെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ വെക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം ഇതെന്തായാലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ വറുത്തുണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് വരില്ല. ഇവിടെ യൂസ് ചെയ്യണത് ഒലിവ് ഓയിലാണ്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അത് ഞാൻ വെക്കണത് 10 minutes 180 ഡിഗ്രിയിലാണ്. അത് എനിക്കൊന്ന് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ പുറത്തെല്ലാം ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ കുറേ നാൾ കൂടിയല്ലേ വെയിലൊക്കെ കാണും. അപ്പോൾ എനിക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി. അങ്ങനെ അതും സെറ്റായി. അതും ഞാൻ അപ്പുറത്തേക്ക് മറിച്ചിട്ട് വീണ്ടും വെച്ചു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരുന്നു. ബൈ.